ഹലോ മക്കളെ, ഈ ഒരൊറ്റ വീഡിയോയിൽ വിഷൻ ആൻഡ് വേൾഡ് ഓഫ് കളേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും, എല്ലാ ഒപ്റ്റിക്കൽ ഫിനോമിനെ, എല്ലാ ഡെഫിനിഷൻസും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ ഈ ചാപ്റ്ററിൽ നിന്ന് മുഴുവൻ മാർക്കും നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാം. വെറുതെ പറയല്ല, വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഓൾസോ മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഉറപ്പുവരുത്താം. വിഷൻ ആൻഡ് വേൾഡ് ഓഫ് കളേഴ്സ് പഠിക്കാൻ റെഡിയാണ്? റെഡി എന്ന് പറഞ്ഞോളൂ. ഇത് സിമ്പിൾ ചാപ്റ്റർ ആണ്. സോഷ്യൽ സയൻസ് പഠിക്കുന്നവരെ കുറച്ച് കാര്യങ്ങൾ എന്താണ് പഠിച്ചു പോയാൽ തമ്മു തീർന്നു. ഷോർട്ട് നോട്ട്സിലൂടെ പോകുമ്പോൾ തന്നെ എന്താണ് ഈ ചാപ്റ്റർ തീർന്നുണ്ടാവും. ക്വസ്റ്റ്യൻ ചെയ്യാൻ മാത്രം ബാക്കിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഷോർട്ട് നോട്ട്സ് കംപ്ലീറ്റ് പഠിക്കണം. കാരണം 6 മാർക്ക് ഒക്കെ ചോദ്യം വരുന്ന ചാപ്റ്ററാണ്. കോമഡി ആയിട്ട് എടുക്കാൻ പറ്റില്ല. 6-7 മാർക്കിന് ചോദ്യം വരുന്ന ചാപ്റ്ററാണ് കേട്ടോ. റെഡിയാണോ മക്കളെ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. പണി തുടങ്ങാം. ഫസ്റ്റ് ഹ്യൂമനായി സിമ്പിളാണ്, ചോദ്യങ്ങളൊന്നും അങ്ങനെ വരാറില്ല, എന്നാലും പഠിച്ചേക്കാം. ലൈറ്റ് ഏതിലൂടെ എൻ്റർ ചെയ്യുക? പൂപ്പിളിലൂടെ ചോദിക്കും. പൂപ്പിളിലൂടെ ലൈറ്റ് എൻ്റർ ചെയ്യുക. ബയോളജി പഠിക്കുന്നത്. പൂപ്പിൾ എവിടെ ഉണ്ടാവുക? മിഡിൽ ഓഫ് ഐറിസ്. 1 മാർക്ക് ചോദ്യമൊക്കെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ വരാം കേട്ടോ. നെക്സ്റ്റ്, ഐസിൻ്റെ ഉള്ളിൽ എന്ത് ലെൻസാണുള്ളത്? കോൺവെക്സ് ആണോ കോൺകേവ് ആണോ? കോൺവെക്സ് ലെൻസ് ആണ്. ഈ 3 പോയിന്റ്സ് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടില്ല. 3 പോയിന്റ്സ് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ട്. ലൈറ്റ് കൂടെ പൂപ്പിളിൻ്റെ ഉള്ളിൽ കൂടെ കയറും. പൂപ്പിൾ എവിടെയാണുള്ളത്? ഐറിസിലുള്ളത്. കോൺവെക്സ് ലെൻസ് ആണ് കണ്ണിനുള്ളിലുള്ളത്. സിമ്പിൾ. അതൊന്നും ചോദ്യം വരാറില്ല, പക്ഷെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം പറയണം. നിയർ പോയിന്റും ഫാർ പോയിന്റും. നിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എന്താണ് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഏറ്റവും അടുത്തുള്ള പോയിന്റ് നിയർ പോയിന്റ്. ഇംഗ്ലീഷിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യുക? ഇറ്റ് ഈസ് ദി നിയറസ്റ്റ് പോയിന്റ് അറ്റ് വിച്ച് ഒബ്ജക്ട്സ് ക്യാൻ ബി സീൻ ഡിസ്റ്റിങ്ക്ലി. വ്യക്തമായിട്ട് കാണാവുന്ന, ഏറ്റവും വസ്തുക്കൾ വ്യക്തമായിട്ട് കാണാവുന്ന ഏറ്റവും അടുത്തുള്ള പോയിന്റാണ് നിയർ പോയിന്റ്. ഹെൽത്തി വിഷനുള്ളായിട്ട് നിയർ പോയിന്റ് പരീക്ഷ ചോദിക്കുമ്പോൾ പറയണം 25 സെന്റിമീറ്റർ ആണെന്ന് പറയണം. ഡെഫിനേഷനും ചോദിക്കും. ഫാർ പോയിന്റ് എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഏറ്റവും ദൂരമുള്ള പോയിന്റ്. അതെന്താണ്? ഇൻഫിനിറ്റിയാണ് ഹെൽത്തി വിഷനുള്ള ഐക്ക്. അപ്പോൾ ഇറ്റ് ഈസ് ദി ഫാർദസ്റ്റ് പോയിന്റ് അറ്റ് വിച്ച് ദ ഒബ്ജക്ട് ക്യാൻ ബി സീൻ ഡിസ്റ്റിങ്ക്ലി. ഏറ്റവും ദൂരമുള്ള പോയിന്റ് വേർ ദി ഒബ്ജക്ട് ക്യാൻ ബി സീൻ ഡിസ്റ്റിങ്ക്ലി. വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഏറ്റവും അകലെയുള്ള പോയിന്റിനെയാണ്, ബിന്ദുവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫാർ പോയിന്റ് എന്ന് വിളിക്കുക. ഫാർ പോയിന്റ് നിയർ പോയിന്റ് സെറ്റാണ്. ബുദ്ധിമുട്ടില്ല, മുന്നോട്ട് പോകാം നമുക്ക്. ഓക്കെ, നെക്സ്റ്റ്, പവർ ഓഫ് അക്കോമഡേഷൻ അഥവാ സമഞ്ജനക്ഷമത. എന്താണ് മക്കളെ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ? ഇത്രയേ ഉള്ളൂ. അടുത്തുള്ള സാധനത്തിൻ്റെയും ദൂരമുള്ള സാധനത്തിൻ്റെയും ഇമേജ് എൻ്റെ എവിടെ തന്നെ വന്ന് വീണോളും? റെറ്റിനെ തന്നെ വീണോളും. ആ കണ്ണിനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് വിളിക്കുക. എല്ലാത്തിനെയും അക്കോമഡേറ്റ് ചെയ്ത് കറക്റ്റ് റെറ്റിനെ എത്തിക്കാൻ പറ്റും. പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി എബിലിറ്റി ഓഫ് ദി ഐ ടു ഫോം എൻ ഇമേജ് ഓൺ ദി റെറ്റിന. റെറ്റിനയിൽ ഇമേജ് ഉണ്ടാക്കാൻ ബൈ അഡ്ജസ്റ്റിംഗ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദി ലെൻസ്. ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുക ഇന്ത്യയായി. അതെങ്ങനെയാണ് ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുക? ബൈ വേരിയിങ് ദ കർവേച്ചർ ഓഫ് ദ ലെൻസ് വേറെവർ ദി ഒബ്ജക്റ്റ് ഇസ്. ഒന്നൊരു വായിച്ചുതരാം. പവർ ഓഫ് അക്കോമഡേഷൻ ഈസ് ദി എബിലിറ്റി ഓഫ് ദി ഐ ടു ഫോം എൻ ഇമേജ് ഓൺ ദി റെറ്റിന. എങ്ങനെ? ബൈ അഡ്ജസ്റ്റിംഗ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദി ലെൻസ്. അതെങ്ങനെ? ബൈ വേരിയിങ് ദ കർവേച്ചർ ഓഫ് ലെൻസ്. ലെൻസിന്റെ കർവേച്ചർ മാറ്റി, കർവ് മാറ്റി വേറെവർ ദി ഒബ്ജക്ട്സ്, എവിടെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പോലും. ഇതാണ് പവർ ഓഫ് അക്കോമഡേഷൻ. സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെക്കുക. ഡയറക്റ്റ് എക്സാമിന് ചോദ്യം വരും. മലയാളത്തിൽ കൂടി ഒന്ന് വായിച്ചേക്കാം. സെയിം സാധനം തന്നെയാണ്, വായിച്ചേക്കാം. വസ്തുക്കളുടെ സ്ഥാനം എവിടെയായിരുന്നാലും പ്രതിബിംബം റെറ്റിനയിൽ പതിക്കത്തക്ക വിധം ലെൻസിന്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കഴിവാണ്. ലെൻസിന്റെ വക്രത, കർവേച്ചർ വ്യത്യാസപ്പെടുത്തി അതുമൂലം ഫോക്കൽ ലെങ്ത് ക്രമീകരിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പവർ ഓഫ് അക്കോമഡേഷൻ അഥവാ സമഞ്ജനക്ഷമത എന്ന് വിളിക്കുക. ഇനി ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നുള്ള കാര്യം കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. എക്സാമിന് ചോദിച്ചിട്ടില്ല, പക്ഷേ എക്സാമിൻ്റെ കുട്ടികൾ പഠിച്ചു വെക്കണം. വന്നു കഴിഞ്ഞാൽ ഉത്തരം കൊടുക്കാനും നിങ്ങൾക്ക് പറ്റണം. അടുത്താണ് ഒബ്ജക്റ്റ് എങ്കിൽ, ശ്രദ്ധിക്കുക, അടുത്താണ് ഒബ്ജക്റ്റ് എങ്കിൽ സീലിയറി മസിൽസ് എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും, കുച്ചൂന്നാവും. കർവേച്ചർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഫോക്കൽ ലെങ്ത് ഡിക്രീസ് ചെയ്യും. ഒന്നുകൂടി പറഞ്ഞുതരാം. ഒബ്ജക്റ്റ് അടുത്താണെങ്കിൽ സീലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യും. അപ്പോൾ കർവേച്ചർ കൂടും, കർവ് കൂടും. അപ്പോൾ ഞാൻ എന്തെങ്ങനെ പറഞ്ഞുതരാം. നിങ്ങളൊരു ബലൂൺ പിടിച്ചിട്ട് മുകളിലും താടി ഇങ്ങനെ പിന്നാക്കിയാൽ ബലൂൺ ഇങ്ങനെ കർവേച്ചർ ഇങ്ങനെ കൂടില്ലേ? കർവേച്ചർ കൂടിയാൽ ഫോക്കൽ ലെങ്ത് കുറയും. സാർ അപ്പോൾ ഫാർ ആണെങ്കിലും നേരെ ഓപ്പോസിറ്റ്. ദൂരെയുള്ള ഒബ്ജക്റ്റ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ സീലിയറി മസിൽസ് റിലാക്സ് ചെയ്യും, കൈ റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യുമ്പോൾ ഫ്ലാറ്റ് ആവും, അതായത് കർവേച്ചർ വക്രത കുറയും. വക്രത കുറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് കൂടും. അപ്പോൾ ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി, മറ്റേ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്ത് വെക്കുക. ക്ലിയർ ആണ്?
ആ ബയോളജി പഠിച്ചിട്ടുണ്ടോ? ഓ പിന്നെ ഞാൻ എന്തിനാ കഷ്ടപ്പെട്ട് സ്ലൈഡൊക്കെ ഇട്ടിട്ട് പറഞ്ഞ് പോട്ടെ, സാരില്ല. എന്തായാലും അത് എക്സാമിൽ ചോദിക്കുമ്പോൾ ഓർത്ത് വെക്കാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഐ ഡിഫക്ട്സ് ആണ്. മാക്സിമം മാർക്ക് വരാൻ പോകുന്ന ഐ ഡിഫക്ട്സ് ആയിരിക്കും. ഇത് പരീക്ഷയിൽ ഇങ്ങനെ ഹൈപ്പർ മെട്രോപ്പിയ എന്ന ഹെഡിങ് തരില്ല. പരീക്ഷ ചോദിക്കും ഇത് എന്താ ഡിഫക്റ്റ്. അപ്പം നിങ്ങളെ കണ്ടുപിടിക്കുക എങ്ങനെയാ? ഒന്നും ആലോചിക്കണ്ട. കണ്ണിൻ്റെ പുറകിലാണ് ലൈറ്റ് ഇപ്പം പോയി വീണതെങ്കിൽ, കണ്ണിൻ്റെ പുറകിലാണ് എന്താണ് ഇമേജ് ഫോം ചെയ്യുന്നതെങ്കിൽ അതെന്താണ് അസുഖം? അത് നമ്മൾ ഹൈപ്പർ മെട്രോപ്പി അഥവാ ലോങ് സൈറ്റ് എന്ന് വിളിക്കും. ലോങ് സൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രശ്നം എന്താണ്? ദൂരമുള്ള സാധനം കാണാൻ പറ്റാത്തതാണോ അടുത്തുള്ള സാധനം കാണാൻ പറ്റാത്തതാണോ? ലോങ് സൈറ്റ് എന്ന് പറഞ്ഞാൽ അഥവാ ഹൈപ്പർ മെട്രോപ്പി എന്ന് പറഞ്ഞാൽ ദൂരമുള്ള സാധനം കാണാൻ പറ്റുമെന്നും അടുത്തുള്ള സാധനം കാണാൻ പറ്റാത്തതാണ്. അപ്പോൾ അടുത്തുള്ള സാധനം 25 സെൻറ്റിമീറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ, നിയർ പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ കണ്ണിന് അത് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഡിഫക്റ്റ്. സെറ്റാണ്. അപ്പോൾ ബാക്കിൽ പോയി വീണാൽ ലോങ് സൈറ്റ് ആണെന്ന് ഓർത്തിച്ചോ. ഓക്കെ, ഇനി ഇതിൻ്റെ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് മക്കളെ? ഇതിൻ്റെ ഒരു കോഡ് ഉണ്ട്. കോഡ് എല്ലാവർക്കും അറിയാലോ, ലോങ് സെൽഫ് കോവിഡ്. ലോങ് സൈറ്റ് ആണെങ്കിൽ റീസൺസ് എന്താ? സ്മോൾ ഐബോൾസ്, നേത്രഗോളങ്ങൾ വളരെ ചെറുതായിരിക്കും. അല്ലെങ്കിൽ LF എന്ന് പറഞ്ഞാൽ ലാർജ് ഫോക്കൽ ലെങ്ത് ലെൻസിന് വളരെ കൂടുതലായിരിക്കാം. ഇതിൻ്റെ റെമഡി എന്താ? കോവ് എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ആണ്. കോൺവെക്സ് ലെൻസ് ആണ് ഇതിൻ്റെ റെമഡി. കോൺവെക്സ് ലെൻസ് വെച്ചാൽ ഇത് റെമഡി ഫിക്സ് ആവും. ഓക്കെ, എങ്ങനെയാണ് ഫിക്സ്ഡ് ആവുക? അതിൻ്റെ റേ ഡയഗ്രം കൂടി പഠിച്ചു നോക്കുന്നത് വളരെ 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 നല്ലൊരു ഐഡിയ ആയിരിക്കും. റേ ഡയഗ്രം അടക്കം കൊടുത്തിട്ടുണ്ട്, നോക്കിക്കാം മക്കളെ. ലൈറ്റ് ഇങ്ങനെ വരുന്നു, ഈ കോൺവെക്സ് ലെൻസ് കുറച്ച് എന്ത് ചെയ്ത് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നു, ബാക്കിയുള്ളവൻ കൺവേർട്ട് ചെയ്താൽ മതി. ഉണ്ടാ ഇങ്ങനെ കൊടുക്കുന്നു, കുറച്ച് കൺവേർട്ട്, ബാക്കിയുള്ളവൻ കൺവേർട്ട് ചെയ്താൽ മതി. നേരെയുള്ള റേ നേരെ തന്നെ പോകുന്നു, അത് വേറെ കാര്യം. കോൺവെക്സ് ലെൻസ് ആണത്. ലോങ് സെൽഫ് കോവിഡ്, ലോങ് സൈറ്റ് ആണെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ, സ്മോൾ ഐബോൾസ് ആണ് റീസൺ, അല്ലെങ്കിൽ ലാർജ് ഫോക്കൽ ലെങ്ത് ആണ് രണ്ടാമത്തെ റീസൺ. റെമഡി കോവിഡ്, കോൺവെക്സ് ലെൻസ്. ഇത്രേ ഉള്ളൂ സംഭവം. വേറെ ഒന്നും ചോദിക്കാൻ പോകുന്നില്ല, വേറെ ഒന്നും ചോദിക്കില്ല, വേറെ ഒന്നുമേ ചോദിക്കില്ല. ഈ ഹൈപ്പർ മെട്രോപ്പി ഉള്ളവൻ്റെ നിയർ പോയിന്റ് എവിടെയായിരിക്കും? 25 സെൻറ്റിമീറ്ററിലാണോ? 25 സെൻറ്റിമീറ്റർ കൂടുതലാണോ? 25 സെൻറ്റിമീറ്ററിനാണ് കൂടുതലായിരിക്കും. 25 സെൻറ്റിമീറ്റർ വെച്ചാൽ അവന് കാണാൻ പറ്റില്ല, അതല്ലേ അവൻ്റെ പ്രശ്നം. അപ്പോൾ അതിനേക്കാളും കൂടുതൽ 30 സെൻറ്റിമീറ്ററിൽ ചിലപ്പോൾ കാണാൻ പറ്റിയിരിക്കും. അപ്പോൾ അവൻ്റെ നിയർ പോയിന്റ് എന്തായിരിക്കും? അവൻ്റെ നിയർ പോയിന്റ് 30-ലോ 40-ലോ 50-ലോ 60-ലോ ഒക്കെ ആയിരിക്കും. മനസ്സിലായില്ലേ? ഇതേപോലെ തന്നെ മറ്റ് നേരെ ഓപ്പോസിറ്റുള്ള ഡിഫക്റ്റാണ് മയോപ്പിയ. മയോപ്പിയയുടെ മറ്റേ പേരാണ് ഷോർട്ട് സൈറ്റഡ്നെസ് അഥവാ നിയർ സൈറ്റഡ്നെസ്. എന്ത് പറഞ്ഞാലും സെയിം ആണ്. മയോപ്പിയ ആണെന്ന് കണ്ടുപിടിക്കാൻ അത്രേ ഉള്ളൂ. റെറ്റിനയുടെ മുന്നിലാണെങ്കിൽ അത് മയോപ്പിയാണ്, റെറ്റിനയുടെ പുറകിലാണ് ഹൈപ്പർ മെട്രോപ്പി ആണെങ്കിൽ. ഇത് പുറത്ത് എങ്ങനെയാ? ഹൈപ്പർ മയോപ്പിയ. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ ഓവർ എന്നല്ലേ, അപ്പോൾ റെറ്റിനയുടെ പുറകിലാണ് ഹൈപ്പർ, മറ്റേത് മയോപ്പിയ. അങ്ങനെ ഓർത്താൽ. അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പി വലിയ പേരല്ല, അപ്പം നീണ്ടു പോയിട്ട് റെറ്റിന പുറകിൽ നിന്ന് ഹൈപ്പർ മെട്രോപ്പി വലിയ പേര്, മയോപ്പി ചെറുതാണ്, അപ്പം പുച്ചുക്ക്. അങ്ങനെ ഓർത്ത്, ഇങ്ങനെയാണ് ഓർത്ത് വെച്ചോ, എനിക്ക് വിഷ്വൽ കാര്യമല്ല. മുന്നിലാന്ന് വന്നു കഴിഞ്ഞെങ്കിൽ മയോപ്പിയ. മയോപ്പിയ എന്ന് പറഞ്ഞാൽ ഷോർട്ട് സൈറ്റ് ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അടുത്തുള്ള കാണാൻ പറ്റും, ദൂരെയുള്ള കാണാൻ പറ്റുന്നില്ല. പ്രശ്നം മനസ്സിലായില്ലേ? ഓക്കെ. ട്രിക്ക് ലോങ് സെൽഫ് കോവിഡ് തന്നെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക. ഷോർട്ട് സൈറ്റ് ആണെങ്കിൽ റീസൺസ് എന്താണ്? സ്മോൾ ഐബോൾസ് അല്ല, ലാർജ് ഐബോൾസ് ആണ് റീസൺ. നേരെ ഓപ്പോസിറ്റ് എടുക്കുക. മറ്റേ നേരെ ഓപ്പോസിറ്റ് എടുത്താൽ മതി, ഇതിന് സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. സ്മോൾ ഐസ് അല്ല, ലാർജ് ഐബോൾസ്. ലാർജ് ഫോക്കൽ ലെങ്ത് അല്ല, നേരെ തിരിച്ച് സ്മോൾ ഫോക്കൽ ലെങ്ത്. റീസൺ എന്താ? കോൺവെക്സ് അല്ല, കോൺകേവ് ലെൻസ്. റേ ഡയഗ്രം കൂടി വരച്ചു നോക്കാം. മക്കളെ, ഇൻഫിനിറ്റീന്ന് റേസ് വരട്ടെ. പുറത്ത് കോൺകേവ് ലെൻസ് ആണ് കാണുന്നത്. അവർ കുറച്ച് ഡൈവേർജ് ചെയ്യും, പിന്നെ ബാക്കിയുള്ളവൻ കൺവേർജ് ചെയ്യും. കുറച്ച് ഡൈവേർജ് ചെയ്യും, ബാക്കിയുള്ളവൻ കൺവേർജ് ചെയ്താൽ കട്ട് റെറ്റിനെ തന്നെ വീണോളും. ഡൈവേർജ് ചെയ്യും, പിന്നെ ആക്ച്വൽ ലെൻസ് കൺവേർജ് ചെയ്യും. അത്രേ ഉള്ളൂ സംഭവം. ജസ്റ്റ് വരച്ച് നോക്കിയാൽ മതി. ഓക്കെ. ഇങ്ങനെ പ്രശ്നമുള്ള ആൾക്കാർക്ക്, മയോപ്പിയ ഉള്ള ആൾക്കാർക്ക് ഫാർ പോയിന്റ് എവിടെയായിരിക്കും? സാധാരണ ഫാർ പോയിന്റ് ഇൻഫിനിറ്റിയിലായിരിക്കും. ഇൻഫിനിറ്റി വരെ കാണാൻ പറ്റും, പക്ഷെ ഇവർക്ക് ദൂരെയുള്ള കാണാൻ പറ്റുന്നില്ല. അപ്പം ഗ്രേറ്റർ ദാൻ ഇൻഫിനിറ്റി ആയിരിക്കുമോ? ഇൻഫിനിറ്റിയിൽ തന്നെ സാധാരണ മനുഷ്യന്മാർക്ക് കാണാൻ പറ്റുള്ളൂ. ഇവർക്ക് ഇൻഫിനിറ്റി ഉള്ള പോലെ കാണാൻ പറ്റില്ല. അപ്പോൾ ഇൻഫിനിറ്റിക്കാളും കൂടുതൽ കാണാൻ പറ്റുമോ? ഇല്ല, ലെസ്സർ ദാൻ ഇൻഫിനിറ്റി. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴും ലെസ്സർ ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും. സെറ്റാണ് മക്കളെ. അപ്പോൾ ഐ ഡിഫക്ട്സ് തീർന്നു. ഇനി ഒരു കുഞ്ഞ് ഐ ഡിഫക്റ്റും കൂടി ഉണ്ട്, പ്രസ് ബയോപ്പിയ. പ്രായമുള്ളവരിൽ വരുന്ന സംഭവമാണ് പ്രസ് ബയോപ്പിയ അഥവാ വെള്ളെഴുത്ത്. എന്താണ് പ്രസ് ബയോപ്പിയ എന്ന് പറഞ്ഞാൽ? ദിസ് ഇസ് ഡ്യൂ ടു ദ ഡിമിനിഷിംഗ് എബിലിറ്റി ഓഫ് സീലിയറി മസിൽസ് ഇൻ ദ എൽഡർലി പീപ്പിൾ. പ്രായം കൂടിയവരിൽ സീലിയറി പേശികളുടെ എബിലിറ്റി എന്താണ്? കുറഞ്ഞു വരും. അങ്ങനെയുള്ളപ്പോൾ എന്താ സംഭവിക്കുക? ഫോർ സച്ച് പീപ്പിൾ പവർ ഓഫ് അക്കോമഡേഷൻ വിൽ ബി ലെസ്.
സീലിയറി മസിൽസ് ആണ് ഈ പവർ ഓഫ് അക്കോമഡേഷൻ ചെയ്യുന്നത്. സീലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ വക്രത കൂടും, വക്രത കൂടി കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് കുറയും അല്ലേ. അപ്പോൾ സീലിയറി മസിൽസ് കഴിവ് കുറഞ്ഞു കഴിഞ്ഞാൽ പവർ ഓഫ് അക്കോമഡേഷനും കുറയും. ദിസ് ഇസ് കോൾഡ് പ്രസ്ബയോപ്പിയ. ഇതിനാണ് പ്രസ്ബയോപ്പിയ എന്ന് വിളിക്കുക. പ്രായമുള്ളവരിൽ സീലിയറി മസിൽസിന്റെ ഡിമിനിഷിംഗ് എബിലിറ്റി കാരണം അവരുടെ പവർ ഓഫ് അക്കോമഡേഷൻ കുറയുന്നതിന്റെ പേരാണ് പ്രസ്ബയോപ്പിയ. പ്രസ്ബയോപ്പിയുടെ റെമഡി എന്താണ് മക്കളെ? കോൺവെക്സ് ലെൻസ് തന്നെയാണ്. പ്രസ്ബയോപ്പിന്റെ റെമഡി എന്താണ് മക്കളെ? കോൺവെക്സ് ലെൻസ് തന്നെയാണ് ഓർത്തുക. നമ്മുടെ ഹൈപ്പർമെട്രോപ്പിന്റെ അതേ തന്നെ. ക്ലിയർ ആണ്? ബുദ്ധിമുട്ടില്ല മനസ്സിലാക്കാൻ വേണ്ടി, സിമ്പിൾ പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ മലയാളത്തിൽ കൂടി വായിക്കാം. ഇതൊന്നും മലയാളത്തിൽ വായിക്കേണ്ട ആവശ്യമില്ല, കാരണം സെയിം പരിപാടിയാണ് തന്നെ. ഇതിൻ്റെ കാരണം, പ്രസ്ബയോപ്പിൻ്റെ കാരണം എന്താണ്? ഇതിന് കാരണം സീലിയറി പേശികളുടെ ക്ഷമത കുറയുന്നതാണ്. കുറച്ച് പ്രായം കൂടിയുള്ളവർക്ക്, ഓക്കെ, അത്തരക്കാർക്ക് പവർ ഓഫ് അക്കോമഡേഷനുള്ള കഴിവ് കുറവായിരിക്കും. കോൺവെക്സ് ലെൻസ് ആണ് ഇതിൻ്റെ പരിഹാരം. അത്രേ ഉള്ളൂ, വേറെ അതിൽ കൂടുതലൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഐ ഡിഫക്ട്സ് അതോടെ തീർന്നു. ഐ ഡിഫക്ട്സ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്റ്റ് ചോദ്യം. 50K, താങ്ക് യു സോ മച്ച് മക്കളെ ഫോർ യുവർ ലവ്, ഫോർ യുവർ സപ്പോർട്ട്, എല്ലാത്തിനും. വെറുതെ പറയല്ല, കാരണം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ലൈവിലെ പോളിലൊക്കെ റെക്കോർഡ് ബ്രേക്കിംഗ് പോൾസൊക്കെ ഇട്ടിരിക്കുന്നത്. 91,000 വോട്ട്സ് ആണ് പോളിൽ വന്ന്. എൻ്റെ അമ്മേ, 91,000. ഈ ലൈവിൻ്റെ വ്യൂസ് എത്രയെന്ന് അറിയാം നിങ്ങൾക്ക്? വ്യൂസ് 4,46,000 വ്യൂസായി. ഇനി നാളെ എത്ര ആവുമോ ആർക്കറിയാം. കുറേ പേര് ഒബ്വിയസ്ലി വെറുതെ ഒരു രസത്തിന് വന്ന് പോയിട്ടുണ്ടാവും. 10 മണിക്കൂറൊക്കെ എടുക്കുന്നതല്ലേ, ഒരു സർക്കസ് കാണുന്ന പോലെ ഒരു ആഹ്ലാദത്തിൽ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്ക് വന്നിട്ട് കണ്ടിട്ട് പോയിട്ടുണ്ടാവും ഒബ്വിയസ്ലി. പക്ഷെ നിങ്ങളെ സംഭവിക്കണം. ഇത്ര നേരം നിൽക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഞാനാണെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ കിടന്നു കേട്ടോ. നിങ്ങൾ കിടന്നുറങ്ങരുത്, കഷ്ടപ്പെട്ട് ഞാൻ പിന്നെ ആർക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഓക്കെ, റെഡി. അപ്പോൾ നമ്മളെന്താ പറഞ്ഞതാ? അപ്പോൾ ഡൈ ഡിഫക്ട്സ് കഴിഞ്ഞു. ഇനി നമുക്ക് ഒപ്റ്റിക്കൽ ഫിനോമിനലിലേക്ക് കിടക്കാം. അതിൽ ഫസ്റ്റ് പഠിക്കാനുള്ളതാണ് മക്കളെ പ്രകീരണം അഥവാ ഡിസ്പേർഷൻ. എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഡിസ്പേർഷൻ എന്നൊക്കെ എപ്പോഴും ചോദ്യം വരും. എന്താണ് ഡിസ്പേർഷൻ? മക്കളെ, നമ്മൾ ഒരു പ്രിസം എടുത്തിട്ട് അതിലേക്ക് വൈറ്റ് ലൈറ്റ് അല്ല, ഒരു എന്ത് ലൈറ്റ് നമ്മൾ കടത്തി വിട്ടു? കോമ്പസിറ്റ് ലൈറ്റ് കടത്തി വിട്ടു. അങ്ങനെ കടത്തി വിട്ടാൽ ആ കോമ്പസിറ്റ് ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്യും. പ്രിസത്തിനുള്ളിൽ വെച്ചിട്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് പുറത്ത് വരും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പേർഷൻ. ഡിസ്പേർഷൻ ഈസ് ദി ഫിനോമിനൻ ഓഫ് splitting up of composite light into its constituent colors. The regular array of colors formed by dispersion is the visible spectrum. അപ്പോൾ അപ്പുറത്തുന്ന കളേഴ്സിൻ്റെ ആ അറേ ആണ്, ആ ഓർഡറിനെയാണ് നമ്മൾ വിസിബിൾ സ്പെക്ട്രം എന്ന് വിളിക്കുക. അപ്പോൾ കോമ്പസിറ്റ് ലൈറ്റ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്, അതിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് വിളിക്കുക. അപ്പം മലയാളത്തിലും കൂടി നമുക്ക് വായിക്കാം. പരീക്ഷ ചോദിക്കും. എവിടെ പോയി? പ്രകീരണം. അതന്നെ പ്രകീരണ. ഇതെന്താ സംഭവം? എവിടെ പോയി നമ്മുടെ സാധനം? സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് എന്ത്? പ്രകീരണം. സമന്വിത പ്രകാശം, കോമ്പസിറ്റ് ലൈറ്റ്, ഘടകവർണ്ണങ്ങൾ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് കളേഴ്സായി സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രതിഭാസമാണ് പ്രകീരണം. ഇനി ആരാണ് ഈ കോമ്പസിറ്റ് ലൈറ്റ് സാർ? ഈ കോമ്പസിറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമന്വിത പ്രകാശം. എനി ലൈറ്റ് ദാറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് മോർ ദാൻ വൺ കളർ ഈസ് എ കോമ്പോസിറ്റ് ലൈറ്റ്. ഒന്നിൽ കൂടുതൽ കളർ കൊണ്ട് ഉണ്ടാക്കിയ ആളെ നമുക്ക് കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് വിളിക്കാം. ആരാണ് കോമ്പോസിറ്റ് ലൈറ്റ്? നല്ലൊരു എക്സാമ്പിൾ വൈറ്റ് ലൈറ്റ് തന്നെ. വൈറ്റ് ലൈറ്റ് കോമ്പോസിറ്റ് ലൈറ്റ് ഒരു എക്സാമ്പിൾ ആണ്. എന്ന് വെച്ചിട്ട് വൈറ്റ് ലൈറ്റ് മാത്രമേ ഡിസ്പേർഷൻ ഉണ്ടാവുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഒന്നിൽ കൂടുതൽ കളേഴ്സ് വെച്ച് ഉണ്ടാക്കിയ ഏത് കോമ്പോസിറ്റ് ലൈറ്റും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് കളേഴ്സിലേക്ക് സ്പ്ലിറ്റ് ആയിപ്പെടും. അതിനൊക്കെ ഡിസ്പേർഷൻ എന്ന് വിളിക്കണം. അപ്പോൾ ഡിസ്പേർഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ വൈറ്റ് ലൈറ്റിൻ്റെ വിസിബിൾ സ്പെക്ട്രം എന്താണ്? ദ റെഗുലർ അറേ ഓഫ് കളേഴ്സ് ഫോംഡ് ബൈ ഡിസ്പേർഷൻ ഈസ് കോൾഡ് ആസ് വിസിബിൾ സ്പെക്ട്രം. അപ്പോൾ വൈറ്റ് ലൈറ്റ് കടത്തി വിട്ടാലുണ്ടാവുന്ന വിസിബിൾ സ്പെക്ട്രം എന്താണ് മക്കളെ? ഇവരെല്ലാവരും ആണ് വിബ്ജിയോർ. ഈ വിബ്ജിയോർ ആണ് വിസിബിൾ സ്പെക്ട്രം. ഇതാണ് വിസിബിൾ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ വൈറ്റ് ലൈറ്റിൻ്റെ സെറ്റാണ്. ഇതുവരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല? ഓക്കെ സർ, മുന്നോട്ട് പോവാം. ഇനി ഇവിടെ വെച്ച് നിർത്തിയാൽ പോരാ. പരീക്ഷ ചോദിക്കും എന്തുകൊണ്ടാണ് ഡിസ്പേർഷൻ ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് ഓരോ കളറിനും ഓരോ ഡീവിയേഷൻ അല്ലേ? റെഡ് കുറച്ചല്ലേ? നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, റെഡ് കുറച്ചേ ഡീവിയേറ്റ് ചെയ്യുന്നുള്ളൂ.
എന്നാൽ വയലറ്റ് നല്ലോണം ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ കളേഴ്സും ഓരോ രീതിയിൽ ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സ്പ്ലിറ്റ് ആയി പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ചോദിക്കും, വൈ ഡിസ്പേർഷൻ എന്ന് ചോദിക്കും. എന്തുകൊണ്ടാണ് ഡിസ്പേർഷൻ സംഭവിക്കുന്നത്? അപ്പോൾ നിങ്ങൾ എങ്ങനെ പറയുക? അപ്പോൾ അത് കൃത്യം. അപ്പോൾ ഡിസ്പേർഷൻ പലരും ചെയ്യാൻ പോകുന്ന ഡിസ്പേർഷൻ ഡെഫിനിഷൻ എഴുതി വെക്കും. വെൻ വൈറ്റ് ലൈറ്റ് അല്ല വെൻ കോമ്പോസിറ്റ് ലൈറ്റ് സ്പ്ലിറ്റ്സ് ഇൻടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂന്റ് കളേഴ്സ് ഇറ്റ് ഈസ് കോൾഡ് ഡിസ്പേർഷൻ ചോദിച്ചാൽ പോരാ. അത് ഡിസ്പേർഷൻ്റെ ഡെഫിനിഷൻ. എന്താണ് ഡിസ്പേർഷൻ, എന്തുകൊണ്ടാണ് ഡിസ്പേർഷൻ സംഭവിക്കുന്നത് വെച്ചാൽ അതിൻ്റെ കൃത്യമായിട്ട് ആൻസർ ഉണ്ടായിരിക്കണം. നിങ്ങൾ പറയണം ഹൈ വേവ് ലെങ്ത് ഉള്ള റെഡ് പോലത്തെ ഉള്ള കളേഴ്സിന് വേവ് ലെങ്ത് കൂടിയുള്ള ആൾക്കാർക്ക് ഡീവിയേഷൻ ലീസ്റ്റ് ആയിരിക്കും, വ്യതിയാനം ഏറ്റവും കുറവായിരിക്കും. എന്നാൽ ലോ വേവ് ലെങ്ത് ഉള്ള വയലറ്റും ബ്ലൂവിനൊക്കെ ഡീവിയേഷൻ മാക്സിമം ആയിരിക്കും, മോസ്റ്റ് ഡീവിയേഷൻ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ റെഡിന് ഹൈ വേവ് ലെങ്ത് ആണ്, അപ്പോൾ കുറച്ച് ഡീവിയേറ്റ് ഉള്ളൂ. വയലറ്റിനൊക്കെ എന്താണ് മക്കളെ, കൂടുതൽ വേവ് ലെങ്ത് ആണ്. വയലറ്റിന് കുറവ് വേവ് ലെങ്ത് ആണ്, അപ്പോൾ കൂടുതൽ ഡീവിയേഷൻ ഉണ്ടാവും. ഇതുകൊണ്ടാണെന്ന് അവർ സ്പ്ലിറ്റ് ആവുന്നത്. കാരണം ഓരോ കളേഴ്സിനും ഓരോ വേവ് ലെങ്ത് അല്ലേ, ഓരോ വേവ് ലെങ്തിനനുസരിച്ച് ഓരോ ഡീവിയേഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓരോ ഡീവിയേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ ഓക്കെ മക്കളെ, വളരെ സോറി. നിങ്ങൾ എവിടെ വരെ കേട്ടു എന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ അറിഞ്ഞിട്ടില്ല നിങ്ങളുടെ മൈക്ക് പോയ കാര്യം. എവിടെ വരെ കേട്ടു ഒന്നുകൂടി പറഞ്ഞുതരാം. ഇത്രേ ഉള്ളൂ സംഭവം. ഓരോ കളേഴ്സിനും ഓരോ വേവ് ലെങ്ത് ആയിരിക്കും. റെഡിന് ഹൈ വേവ് ലെങ്ത് ആയിരിക്കും, അപ്പോൾ ഒരു ഡീവിയേഷൻ വളരെ കുറവായിരിക്കും. വയലറ്റിന് വളരെ കുറവ് വേവ് ലെങ്ത് ആണ്, അപ്പോൾ ഡീവിയേഷൻ കൂടുതലായിരിക്കും. വേവ് ലെങ്ത് കൂടിയ ആൾക്ക് ഡീവിയേഷൻ കുറവും, വേവ് ലെങ്ത് കുറവ് ആൾക്ക് ഡീവിയേഷൻ കൂടുതലായിരിക്കും. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ഡിസ്പേർഷൻ റീസൺ പറയാം. എന്താ ഡിസ്പേർഷൻ റീസൺ? ദി എമൗണ്ട് ഓഫ് ഡീവിയേഷൻ ഓഫ് ലൈറ്റ് വെൻ പാസ് ത്രൂ എ പ്രിസം ഡിപെൻഡ്സ് ഓൺ ദി വേവ് ലെങ്ത്. ഡീവിയേഷൻ എന്തിനെ ഡിപെൻഡ് ചെയ്യും? കളറിന്റെ വേവ് ലെങ്തിനെ ഡിപെൻഡ് ചെയ്യും. അതുകൊണ്ട് therefore different colors undergo deviations at different angles. ഓരോ കളറിനും ഓരോരോ ഡീവിയേഷൻ ആയിരിക്കും ഉണ്ടാവുക ആൻഡ് ഗെറ്റ് സെപ്പറേറ്റ്, അവർ സെപ്പറേറ്റ് ചെയ്യപ്പെടും. ദിസ് ഈസ് ദി റീസൺ ഫോർ ഡിസ്പേർഷൻ. അതുകൊണ്ടാണ് ഡിസ്പേർഷൻ സംഭവിക്കുന്നത്. ഇപ്പൊ ഡിസ്പേർഷൻ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്, അല്ലാണ്ട് ഡിസ്പേർഷന്റെ ഡെഫിനിഷൻ അല്ല നിങ്ങൾ എഴുതി വെക്കേണ്ടത്. സെറ്റാണോ? മനസ്സിലാവുന്നുണ്ടോ? പ്രസത്തിൽ ചെരിഞ്ഞു പ്രവേശിക്കുന്ന അവസരത്തിലും പ്രസത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോഴും പ്രകാശത്തിന്റെ അപവർത്തനം സംഭവിക്കുന്നു. വ്യതിയാനത്തിന്റെ അളവ് തരംഗ ദൈർഘ്യത്തിന്റെ വേവ് ലെങ്തിന്റെ ആശ്രയിച്ചിരിക്കുന്നതിന്റെ വ്യത്യസ്ത അളവുകളിൽ വർണ്ണങ്ങൾക്ക് വ്യതിയാനം സംഭവിക്കുന്നതിന്റെ ഫലമാണ്, അല്ല അതാണ് അതിന്റെ പ്രകീരണത്തിന്റെ കാരണം എന്ന് എഴുതി വെക്കുക. വ്യത്യസ്ത അളവിലായിരിക്കും ഓരോ ആൾക്കാർക്ക് എന്തുണ്ടാവുക, വ്യതിയാനം സംഭവിക്കുക. കാരണം ഓരോ ആൾക്കാർക്ക് വേറെ വേറെ തരംഗ ദൈർഘ്യമായിരിക്കും. അത് കാരണമാണ് ഡിസ്പേർഷൻ ഉണ്ടാവുന്നത് എഴുതി വെക്കണം. സെറ്റാണ്. ഇത് എക്സാമിൽ ചോദിക്കും, പലരും ഇത് തെറ്റിക്കും കേട്ടോ. പലരും ഡിസ്പേർഷൻ ഡെഫിനിഷൻ എഴുതി വെക്കും, അത് തെറ്റാണ്, അത് എഴുതിയിട്ട് കാര്യമില്ല. ഓക്കെ, സെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് റീകോമ്പിനേഷൻ ഓഫ് ലൈറ്റ്. റീകോമ്പിനേഷൻ ഓഫ് ലൈറ്റ് ആണ് വർണ്ണങ്ങളുടെ പുനഃസംയോജനം. അതെന്താ സംഭവം? സിമ്പിൾ ആണ് മക്കളെ, റേ ഡയഗ്രം പഠിച്ചു വെച്ചാൽ മതി. ഇത്രേ ഉള്ളൂ. നോക്കി, ഈ റേ ഡയഗ്രത്തിൽ മൊത്തം കാര്യമുണ്ട്. നോക്ക്, ഒരു പ്രിസം വെച്ചു, വൈറ്റ് ലൈറ്റ് കടത്തി വിട്ടു, എന്ത് സംഭവിക്കും? ഡിസ്പേർഷൻ സംഭവിക്കും. ലൈറ്റ് സ്പ്ലിറ്റ് ആവും, റെഡ് സ്പ്ലിറ്റ് ആവും. രണ്ടാമതൊരു പ്രിസം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ തിരിച്ച് ഇൻവേർട്ടഡ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ, തലകുത്തനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്പേഴ്സ് ചെയ്യപ്പെട്ട ലൈറ്റ് പുറത്തെത്തുമ്പോഴത്തേക്ക് എന്താണ്? വീണ്ടും വൈറ്റ് ലൈറ്റ് ആയി മാറും. സ്പ്ലിറ്റ് ആവുന്നു, ഡിസ്പേർഷൻ ഫുള്ളായി. ഇപ്പോഴേ വൈറ്റ് ലൈറ്റ് അല്ല, പുറത്ത് വരുമ്പോൾ വൈറ്റ് ലൈറ്റ് ആയി. ഈ പരിപാടിയാണ് നമ്മൾ എന്ന് വിളിക്കുക പുനഃസംയോജനം. പ്രകാശത്തിന്റെ പുനഃസംയോജനം അഥവാ റീകോമ്പിനേഷൻ ഓഫ് ലൈറ്റ് എന്ന് വിളിക്കുക. അതിനാകെ വേണ്ട എന്താണ്? ഒരു ഇൻവേർട്ടഡ് പ്രിസം. രണ്ടാമത്തെ പ്രിസം ഒരു തല കീഴായിട്ട് വെച്ച പ്രിസം ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നോക്കിക്കേ, when dispersed light is allowed to fall an inverted prism. Disperse ചെയ്യപ്പെട്ട light is allowed to fall on an inverted prism. തലകുത്തനുള്ള prism. It recombines to form white light. അത് വീണ്ടും റീകമ്പൈൻ ചെയ്ത് ധവളപ്രകാശം വൈറ്റ് ലൈറ്റ് ആയി മാറുന്നു. ദിസ് ഇസ് കോൾഡ് റീകോമ്പിനേഷൻ ഓഫ് ലൈറ്റ്. ഇതിനെയാണ് റീകോമ്പിനേഷൻ എന്ന് വിളിക്കുക. റീകോമ്പിനേഷൻ ഓഫ് ലൈറ്റ് സെറ്റ് ആണോ മക്കളെ?
റീകോമ്പിനേഷൻ സെറ്റ് ആണോ? ഓക്കെ. ഇനി പലരും മോഡൽ എക്സാമിനടക്കം തെറ്റിച്ചൊരു ഐറ്റം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഐറ്റം? സർ, ഒരു പ്രിസം തന്നു, എന്നിട്ട് റെഡ് കളർ കടത്തി വിട്ടാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ ചോദിച്ചു. പലർക്കും അത് കിട്ടി, പലർക്കും അത് കിട്ടിയില്ല. പക്ഷെ അതല്ല വിഷയം, ഈ ചോദ്യത്തിന് ആൻസർ അല്ല വിഷയം. ഇത് ഈസി ആയിരുന്നു എന്നാണ് വിഷയം. ഇതല്ലായിരുന്നു ടഫ് ചോദ്യം. ഇതിനേക്കാളും ടഫ് ചോദ്യം അവർക്ക് ചോദിക്കായിരുന്നു, പക്ഷെ അവർ ചോദിച്ചിട്ടില്ല. പക്ഷെ അത് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ആൻസർ കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അതിനാദ്യം നമുക്ക് എന്ത് പഠിക്കണം? പ്രൈമറി കളർ എന്താണെന്നും സെക്കൻഡറി കളർ എന്താണെന്നും പഠിക്കണം. എന്താണ് മക്കളെ പ്രൈമറി കളർ? 3 കളേഴ്സ് ഉണ്ട് പ്രൈമറി കളർ. ആരാണ് 3 കളേഴ്സ്? RGB, റെഡ്, ഗ്രീൻ, ബ്ലൂ. ദേ ആർ കോൾഡ് പ്രൈമറി കളേഴ്സ്. കാരണം എന്താണ്? റെഡ് എന്ന് പറഞ്ഞാൽ റെഡ്, വേറെ കളേഴ്സ് മിക്സ് ചെയ്തിട്ട് റെഡ് ഉണ്ടാക്കാൻ പറ്റില്ല. അതുപോലെ ഗ്രീനും ബ്ലൂവും വേറെ കളേഴ്സ് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന കളേഴ്സ് അല്ല, അവരാണ്. കളേഴ്സ് ദാറ്റ് കനോട്ട് ബി ഗോട്ടൺ ബൈ മിക്സിംഗ് അതർ കളേഴ്സ്. വേറെ കളേഴ്സ് മിക്സ് ചെയ്തിട്ട് ഇവരെ കിട്ടാൻ പറ്റാത്ത കളേഴ്സിനെയാണ് നമ്മൾ വിളിക്കുക പ്രൈമറി കളേഴ്സ്. പ്രൈമറി കളേഴ്സ് 3 എണ്ണം ഉള്ളത് RGB, റെഡ്, ഗ്രീൻ, ബ്ലൂ. ഓക്കെ. എന്നാൽ സെക്കൻഡറി കളേഴ്സ് അപ്പൊ എന്തായിരിക്കും? മിക്സ് ചെയ്ത് കിട്ടുന്ന കളേഴ്സ്. YCM, അതേ ഓർഡർ പഠിച്ചു വെക്കുക. Y എന്ന് പറഞ്ഞാൽ യെല്ലോ, C എന്ന് പറഞ്ഞാൽ സയാൻ, M എന്ന് പറഞ്ഞാൽ മജന്ത. ഇവര് സെക്കൻഡറി കളേഴ്സ് ആണ്. അതിന്റെ അർത്ഥം എന്താണ്? കളേഴ്സ് ഒബ്റ്റൈൻഡ് ബൈ കമ്പൈനിങ് എനി 2 പ്രൈമറി കളേഴ്സ് ഓഫ് സെയിം ഇന്റൻസിറ്റി. ഈ പ്രൈമറി കളേഴ്സിൽ 2 എണ്ണം തന്നെ പിടിക്കുക, ഒരേ ഇന്റൻസിറ്റിയിൽ പിടിക്കുക. ഒരെണ്ണം കൂടുതലും ഒരെണ്ണം കുറവൊന്നുമല്ല, ഒരേപോലെ, ഒരേ റെഡ് 50%, 50% ഗ്രീൻ. എന്നിട്ട് കമ്പൈൻ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ്? ഓരോരോ സെക്കൻഡറി കളേഴ്സും കിട്ടും. ഇതിന്റെ സ്കീം പഠിക്കണം നിങ്ങൾ, ഈ ഓർഡർ. ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം, സംഭവം സിമ്പിൾ ആണ്, പറഞ്ഞുതരാം. ഓക്കെ, ഇങ്ങനെ എഴുതി വെക്കുക, R ഉം G ഉം B ഉം. ഇത്രേ ഉള്ളൂ സംഭവം. താഴെ YCM ഒന്നും എഴുതി വെക്കുക. ഈ ഓർഡർ പഠിക്കണം, ഇപ്പൊ വേറെ വഴിയൊന്നുമില്ല. RGB, YCM, ഇത്രേ ഉള്ളൂ മക്കളെ. ഈ R ഉം G ഉം യെല്ലോ തരും, G ഉം B ഉം സയാൻ തരും. പിന്നെ മജന്ത എങ്ങനെ കിട്ടുക? ബ്ലൂവും റെഡും. ഇത്രേ ഉള്ളൂ. R ഉം G ഉം യെല്ലോ, ഗ്രീനും ബ്ലൂവും സയാൻ, ബ്ലൂവും റെഡും മജന്ത. അത്രേ ഉള്ളൂ, തീർന്നു, ഖത്തം. ഇതന്നെയാണ് നേരത്തെ എഴുതി വെച്ചത്. നോക്കിക്കേ, നോക്ക്, എവിടെ പോയി? അതാ ഗ്രീനും ബ്ലൂവും യെല്ലോ, അതല്ലേ എഴുതി വെച്ചിരിക്കുന്നേ. ഗ്രീനും ബ്ലൂവും എവിടെ പോയി? എവിടെ പോയി? ഗ്രീനും ബ്ലൂ യെല്ലോ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അല്ല, ഗ്രീനും റെഡും യെല്ലോ, ഗ്രീനും റെഡും, റെഡും ഗ്രീനും യെല്ലോ. പിന്നെ ഗ്രീനും ബ്ലൂവും സയാൻ, ഗ്രീനും ബ്ലൂവും സയാൻ. ഓക്കെ, നെക്സ്റ്റ് ബ്ലൂ റെഡും മജന്ത, ബ്ലൂ റെഡും മജന്ത. ഇത് പഠിച്ചു വേണം. ഇത് പഠിച്ചു വെച്ചിട്ട് എങ്ങനെയാണ് പ്രിസത്തിലേക്ക് ഇത് ചോദ്യങ്ങൾ ചെയ്യാമെന്ന് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. പക്ഷെ ഇത്രയും പഠിച്ചു വെക്കണം. ആരാണ് പ്രൈമറി കളേഴ്സ്, ആരാണ് സെക്കൻഡറി കളേഴ്സ്, പ്രൈമറി കളേഴ്സിന് എന്ത് കോമ്പിനേഷൻ ആണ് ഓരോ സെക്കൻഡറി കളേഴ്സും തരാൻ നിങ്ങൾ പഠിക്കണം. ഇതിന്റെ ഉത്തരം എന്തായിരുന്നു? എടോ, കോമ്പസിറ്റ് ലൈറ്റ് കടത്തി വിടുമ്പോഴാണ് ഡിസ്പെർഷൻ ഉണ്ടാവുക. റെഡും ഗ്രീനും ബ്ലൂവും കോമ്പസിറ്റ് ലൈറ്റ് ആണോ? മറ്റാൾക്കാരെ കൊണ്ട് ഉണ്ടാക്കിയ ലൈറ്റ് ആണോ? അല്ല, റെഡും ബ്ലൂവും ഗ്രീനും പ്രൈമറി കളേഴ്സ് ആണ്. അപ്പൊ സ്പ്ലിറ്റ് ചെയ്യാനൊന്നുമില്ല, ബെൻഡിങ് സംഭവിക്കും. ഗ്ലാസ്സിലേക്ക് കയറുന്നതുകൊണ്ട് റിഫ്രാക്ഷൻ സംഭവിക്കും, ഒന്ന് ബെൻഡ് ചെയ്യും, വീണ്ടും ബെൻഡ് ചെയ്യും. പക്ഷെ ഡിസ്പേർഷൻ സംഭവിക്കില്ല. കാരണം അത് റെഡ് മാത്രമല്ല, റെഡും ഗ്രീനും ബ്ലൂ ആയിരുന്നെങ്കിൽ ഡിസ്പേർഷൻ സംഭവിക്കില്ല. കാരണം ദേ ആർ പ്രൈമറി കളേഴ്സ്, ദേ ആർ നോട്ട് കോമ്പോസിറ്റ് കളേഴ്സ്. കോമ്പോസിറ്റ് ലൈറ്റ് അല്ല. ഓക്കെ, റെഡി? താങ്ക് യു ഫോർ ദ ലൈക്സ് മക്കളെ, പൊളി. അപ്പൊ ഇവരെ 3 ആളും എന്ത് ചെയ്യില്ല? ഡിസ്പേർഷന് വിധേയമാവില്ല. അപവർത്തനം സംഭവിക്കും, ഗ്ലാസ്സിലേക്ക് കയറുന്നതുകൊണ്ട് അപവർത്തനം സംഭവിക്കും, പക്ഷെ ഡിസ്പേർഷൻ സംഭവിക്കത്തില്ല എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ അതിന്റെ ചോദ്യങ്ങൾ കുറെ ഉണ്ട്, ഞാൻ ചെയ്യാം. നമ്മൾ ഇതിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്യും കേട്ടോ. ഓക്കെ, റെയിൻബോ ഫോർമേഷൻ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. വരയ്ക്കാൻ പറയും, വരച്ച് വെക്കണം. വളരെ സിമ്പിൾ ആണ്. ഒരു വെള്ളത്തിന്റെ തുള്ളി പിടിക്കുക, വൈറ്റ് ലൈറ്റ് കടത്തി വിടുക. ഇത് ബ്ലാക്കിൽ കാണിച്ചെങ്കിലും സൺലൈറ്റ് വൈറ്റ് ലൈറ്റ് ആണ് വരിക. വൈറ്റ് ലൈറ്റ് ഇവിടെ വന്ന് ഇടിച്ചിട്ട് ആദ്യം സംഭവിക്കുക എന്താണ്? പ്രസത്തിൽ സംഭവിക്കുന്ന അതേ സംഗതി, എന്താ? ഡിസ്പേർഷൻ, പ്രകീരണം, സ്പ്ലിറ്റ് ആവും. റെഡും വയലറ്റ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആവും. സാർ ബാക്കി കളേഴ്സ് ഇടയിൽ ഉണ്ടാവും, വരയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ റെഡും വയലറ്റും മാത്രം കാണിച്ചാൽ മതി. റെഡിന് വേവ് ലെങ്ത് കൂടിയോണ്ട് ഡീവിയേഷൻ കുറവാണ്, വയലറ്റിന് വേവ് ലെങ്ത് കുറവുള്ളതും ഡീവിയേഷൻ കൂടുതലാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന എന്താണ്? ഡിസ്പേർഷൻ, പ്രകീരണം. ഇവിടെ പോയി ഇടിച്ചിട്ട് ലൈറ്റ് എന്ത് ചെയ്യും? ഇങ്ങനെ വരും. വയലറ്റ് എന്ത് ചെയ്യും? ഇങ്ങനെ വരും. ഇവിടെ എന്താ സംഭവിക്കുന്നത് മക്കളെ? ഈ സ്ഥലങ്ങളിൽ പോയി ലൈറ്റ് വെള്ളത്തിന്റെ തുള്ളിയിൽ ഇടിച്ച് തിരിച്ച് വെള്ളത്തിലേക്ക് റിഫ്ലക്ട് ആവുന്ന പരിപാടിയുടെ പേരെന്താണ് മക്കളെ പറയാ?
ഇതിന്റെ പേരെന്താണ്? പെൻഡറ്റോണിക് എക്സ്റ്റൻഡഡ് സ്കെയിൽസ് പഠിപ്പിച്ചു തരുമോ? മക്കളെ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഒരു 5 വർഷം മുൻപാണ് ഞാനതും അതിൻ്റെ അപ്പുറമുള്ള പഠിപ്പിച്ചു തരുമായിരുന്നു. എന്നെ കൊണ്ടൊന്നും പറ്റില്ല, സമയമില്ല. നിങ്ങളെ പഠിപ്പിച്ച് സമയമൊന്നുമില്ല ഒന്നിനും. ഓക്കെ, പറയും. സ്കാറ്ററിങ്ങോ? ഇന്റേണൽ റിഫ്ലക്ഷൻ, ആന്തര പ്രതിപതനം. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും അല്ല, വെറും ഇന്റേണൽ റിഫ്ലക്ഷൻ, ആന്തര പ്രതിപതനം. പൂർണ്ണാന്തര പ്രതിപതനം ഇല്ല. സ്കാറ്ററിംഗ് ആണ്. സ്കാറ്ററിംഗ് ലൈറ്റ് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് വരികയാണ്. ഇവിടെ സ്കാറ്ററിംഗ് ഇല്ല. സ്കാറ്ററിംഗ് കുറെ കഴിഞ്ഞ പൊടിയായി ചാപ്റ്ററിൽ. അപ്പൊ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നു. റെഡും കൂടി വരുന്നു, വയലറ്റും കൂടി വരുന്നു. വീണ്ടും ലൈറ്റ് വാട്ടറിന്ന് എയറിലേക്ക് പോകുമ്പോൾ ലൈറ്റ് എന്ത് ചെയ്യുന്നു? ഡിസ്പേർഷൻ അല്ല, റിഫ്രാക്ഷൻ. ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്യണം. ഇവിടെ സ്പ്ലിറ്റ് ഒന്നും ചെയ്യുന്നില്ല, പുറത്തേക്ക് പോകുന്നു. അത്രേ ഉള്ളൂ സംഭവം. ഡിസ്പേർഷൻ, ഇന്റേണൽ റിഫ്ലക്ഷൻ, പുറത്തേക്ക് വരുമ്പോൾ റിഫ്രാക്ഷൻ. ഓക്കെ, സെറ്റ് ആണല്ലോ, റെഡി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. റെയിൻബോന്റെ 2 കണ്ടീഷൻസ് ഉണ്ട് മക്കളെ. സൺ ബിഹൈൻഡ് ഒബ്സർവ് ആയിരിക്കണം. അപ്പൊ ഞാൻ റെയിൻബോ അവിടെയാണ് കാണുന്നെങ്കിൽ സൂര്യൻ എവിടെ ആയിരിക്കും ഉണ്ടാവുക? അവിടെ ആയിരിക്കും, ഇവിടെ ആയിരിക്കും ഉണ്ടാവുക? എന്റെ പുറകിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഞാൻ ഈസ്റ്റിലാണ് റെയിൻബോ കാണുന്നതിന് സൺ എവിടെ ആയിരിക്കും ഉണ്ടാവുക? വെസ്റ്റിൽ ഉണ്ടാവണം. ഓക്കെ, എന്റെ പുറകിലായിരിക്കും ഉണ്ടാവുക. ബിഹൈൻഡ് ഒബ്സർവർ ആയിരിക്കണം. മാത്രമല്ല അന്തരീക്ഷത്തിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാവണം. അപ്പൊ ഒന്നെങ്കിൽ മഴ പെയ്യുന്നതിന് മുൻപ്, അല്ലെ മഴ പെയ്ത് കഴിഞ്ഞിട്ട്, അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവും. അല്ലെ മഴ പെയ്യുമ്പോൾ. ഓക്കെ, ഈ 2 കണ്ടീഷൻസ് വേണം. നെക്സ്റ്റ് പരീക്ഷ ചോദിക്കും, എയറോപ്ലെയിനിൽ നിന്ന് നോക്കിയാൽ റെയിൻബോന്റെ ഷേപ്പ് എന്തായിരിക്കും? ഫുൾ സർക്കിൾ ആയിരിക്കും. സാധാരണ നമ്മൾ ഈ ഷേപ്പിലെ കാണാൻ റെയിൻബോ. എയറോപ്ലെയിനിന് മുകളിൽ നോക്കിയാൽ, അല്ലെ മൗണ്ടന്റെ മുകളിൽ നോക്കിയാൽ ഫുൾ സർക്കിൾ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, പ്രോസസ് എന്താണ് മക്കളെ? റെയിൻബോ ഫോർമേഷൻ, ഫസ്റ്റ് ഡിസ്പേർഷൻ, പിന്നെ ഇന്റേണൽ റിഫ്ലക്ഷൻ ഇവിടെ, പിന്നെ റിഫ്രാക്ഷൻ. പ്രകീരണം, ആന്തര പ്രതിപതനം, പിന്നെ വീണ്ടും അപവർത്തനം. എത്ര പ്രാവശ്യം റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്? 1 പ്രാവശ്യമാണോ? അല്ല, 2 തവണ. അതെങ്ങനെ സാർ? ഇവിടെ ഒന്ന് പുറത്ത് വരുമ്പോൾ റിഫ്രാക്ഷൻ. ഈ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഉള്ളിൽ കയറുമ്പോൾ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ആവുന്നുണ്ട്. പക്ഷെ അതേസമയം എന്താണ് ബേസിക്കലി ഡിസ്പേർഷൻ? റിഫ്രാക്ഷൻ തന്നെയാണ്. ഓക്കെ, കുറെ കളേഴ്സും കൂടെ ഒരുമിച്ച് വരുമ്പോൾ അത് ഡിസ്പേർഷൻ നമ്മൾ വിളിക്കുന്നുള്ളൂ. ബേസിക്കലി റിഫ്രാക്ഷൻ തന്നെയാണ്. അപ്പൊ ഇവിടെ ഡിസ്പേർഷന്റെ സമയത്ത് ഒരു റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്, പുറത്ത് വരുമ്പോൾ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. 2 വട്ടമാണ് റിഫ്രാക്ഷൻ നടക്കുന്നത്, 1 വട്ടമല്ല. ഓക്കെ, എന്തുകൊണ്ടാണ് ഫുൾ സർക്കിൾ? മക്കളെ റെയിൻബോ എപ്പോഴും ശരിക്കും ഫുൾ സർക്കിളിലാണ് ഉണ്ടാവുക. ഓക്കെ, റെയിൻബോ ഫുൾ സർക്കിളിലാണ് ഉണ്ടാവുക. പക്ഷെ പ്രശ്നം എന്താണ്? നമ്മളാണ് പ്രശ്നം. നമ്മൾ ഇവിടെ പോയി നമ്മൾ എർത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഫുൾ സർക്കിളിലെ പകുതി മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബാക്കി എന്താണ്? ഗ്രൗണ്ടിൽ എന്താണ് പതിഞ്ഞിരിക്കുകയാണ്, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ കാണത്തില്ല. അപ്പൊ നമ്മൾ ഈ ആർക്ക് മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ ഇത് കാണാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഹൈറ്റിൽ പോയിട്ട് എയറോപ്ലെയിനിൽ പോകണം. എയറോപ്ലെയിനിൽ പോയി നിങ്ങൾ എന്ത് എയറോപ്ലെയിനാ സാർ? ഇത് ഈ എയറോപ്ലെയിനിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഫുൾ സർക്കിൾ കാണാൻ പറ്റും. അപ്പൊ റെയിൻബോ ആക്ച്വലി ഫുൾ സർക്കിളാണ്. ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ ഗ്രൗണ്ടിലേക്ക് ബാക്കി പതിഞ്ഞുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്തതാണ്. ഓക്കെ, സെറ്റാണ്, ബുദ്ധിമുട്ടില്ല. അയ്യോ, നമ്മുടെ സൈഡോട്ട് പോയി. ഓക്കെ, ഇതുവരെ റെഡിയാണ്, ബുദ്ധിമുട്ടില്ല, മുന്നോട്ട് പോവാം. അപ്പൊ റെയിൻബോ ഫോർമേഷൻ നിങ്ങൾക്ക് പറയാൻ പറ്റും, എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, റേ ഡയഗ്രാം അടക്കമുണ്ട്. ഓക്കെ, വരയ്ക്കാൻ പറ്റണം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയി. ചാപ്റ്റർ കഴിയാനേട്ടോ, ഈ സ്ലൈഡോടെ തീരും. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ്, വീക്ഷണ സ്ഥിരത. ഇതെന്താ സംഭവം? ഈ പെന്ന് ഇപ്പൊ പെട്ടെന്ന് എടുത്തിട്ട് മാറ്റി, ഈ പെന്നിന്റെ ഇമേജ് അപ്പൊ തന്നെ പോവോ? എന്റെ റെറ്റിനിൽ അപ്പൊ തന്നെ പോവോ? ഇല്ല. ഇത് എടുത്ത് മാറ്റിയാലും ഞാനിത് കണ്ടുകൊണ്ടിരിക്കും. എത്ര നേരം? 0.0625 സെക്കൻഡ്സ് അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കും. എൻ്റെ റെറ്റിനിൽ അത്രയും നേരം അതിന്റെ ഇമേജ് പതിഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് when an object is viewed by a person, its image remains in the retina of the eye for 0.0625 seconds അഥവാ 1/16 seconds. അത്രയും നേരം കഴിഞ്ഞിട്ടേ റെറ്റിനയിൽ നിന്ന് ഇമേജ് പോകുള്ളൂ. This phenomenon is called persistence of vision. മലയാളത്തിൽ കൂടി നമുക്ക് നോക്കാം. ഈ മലയാളത്തിൽ സ്ലൈഡ് കൂടെ പോയി മക്കളെ, ഇത് വായിക്കട്ടെ, ഇതൊക്കെ വായിക്കട്ടെ. അല്ലെ സ്ലൈഡ് കിട്ടില്ല. ഓക്കെ, വീക്ഷണ സ്ഥിരത ഒരു ദൃശ്യാനുഭവം നമ്മുടെ റെറ്റിനയിൽ 0.0625 സെക്കൻഡ്സ് അഥവാ 1/16 സമയത്തേക്ക് തങ്ങി നിൽക്കും. ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ വീക്ഷണ സ്ഥിരത എന്ന് വിളിക്കുന്നത്. വീക്ഷണം സ്ഥിരമായിരിക്കും. എത്ര നേരം? കുറച്ച് നേരം. ഓക്കെ, റെഡിയാണ്, ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ന്യൂട്ടൺസ് വീൽ ഡിസ്ക്. എപ്പോഴും എക്സാമിന് ചോദിക്കും, ഈ ന്യൂട്ടന്റെ വീല് പെട്ടെന്ന് കറക്കുമ്പോൾ എന്തുകൊണ്ടാണ് വൈറ്റ് ലൈറ്റ് വരുന്നത്? അപ്പൊ എല്ലാവരും എഴുതി വെക്കുക എന്താണ്? പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എഴുതി വെക്കും. അത് മാത്രം എഴുതി വെച്ചാൽ മതിയോ? എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ വാക്ക് എഴുതി വെച്ചാൽ മതിയോ? പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. നിങ്ങൾ എന്തുകൊണ്ടാണെന്ന് എഴുതി വെക്കണം. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്? അപ്പൊ അത് സിമ്പിൾ ആയിട്ട് എഴുതി വെച്ചാൽ മതി. ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ആദ്യം പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്താണെന്ന് എഴുതുക, ആദ്യം ഡെഫിനിഷൻ എഴുതി വെക്കുക. എന്നിട്ട് പറയാ
when Newton's wheel is rotated fast. ഇത് പെട്ടെന്ന് കറക്കുമ്പോൾ all 7 colors reaches retina within ഇത്ര seconds. എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ റെറ്റിന വിത്തിൻ ഈ ടൈമിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുക? അതെല്ലാം കൂടെ നമ്മുടെ റെറ്റിനെ തങ്ങി നിൽക്കും. കാരണം ഇത്രയും സമയം എല്ലാവരും കൂടെ തങ്ങി നിൽക്കുമല്ലോ, അവിടുന്ന് പോകില്ലല്ലോ. ദ എഫക്റ്റ് ഈസ് സീൻ ആസ് വൈറ്റ്. കാരണം എല്ലാവരും കൂടെ നമ്മുടെ റെറ്റിനെ എത്തിക്കഴിഞ്ഞാൽ, വിബ്ജിയോർ മൊത്തം എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് അതിനെ എന്തായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുക, ബ്രെയിൻ എന്തായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുക, വൈറ്റ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുക, നമ്മൾ വൈറ്റ് ആയിട്ട് കാണും. അപ്പൊ ഈ സെന്റൻസും കൂടെ നിങ്ങൾ എഴുതി വെക്കണം, എന്നാലും പരീക്ഷയിൽ ഫുൾ മാർക്ക് കിട്ടൂ. സെറ്റ്. ബുദ്ധിമുട്ടില്ല. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. അപ്പൊ പെർസിസ്റ്റൻസ് ഓഫ് വിഷന്റെ വേറെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ അറിയാമെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? പണ്ടത്തെ മൂവി സീൻസ് ഒക്കെ ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, അത് മൊത്തം ഒരു മൂവി വരെ തോന്നും. അപ്പൊ അതൊക്കെ എന്താണ്? പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ്. ഓക്കെ, അതും കൂടി ഒന്ന് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ആണ് സ്കാറ്ററിങ്, വിസരണം, പ്രകാശത്തിന്റെ വിസരണം. പ്രകാശ വിസരണം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഒന്നുമില്ല, നമ്മുടെ സൺലൈറ്റ് വരുന്നു, എർത്തിലെ അറ്റ്മോസ്ഫിയറിൽ കുറെ പാർട്ടിക്കിൾസ് ഉണ്ടാവും. സൺലൈറ്റിനെ ഈ പാർട്ടിക്കിൾസ് എല്ലാവരും കൂടെ പാർഷ്യലി റിഫ്ലക്ട് ചെയ്ത് വിടുന്നു. പാർഷ്യലി റിഫ്ലക്ട് ചെയ്യുന്നു, പാർഷ്യലി അബ്സോർവ് ചെയ്യുന്നു, പാർഷ്യലി റിഫ്ലക്ട് ചെയ്യുന്നു. ഈ പരിപാടിയാണെന്ന് വിളിക്കുക സ്കാറ്ററിങ്, പ്രകാശത്തിന്റെ വിസരണം എന്ന് വിളിക്കുക. ഡെഫിനിഷൻ നോക്കാം, പരീക്ഷ ഡെഫിനിഷൻ ആണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. വാട്ട് ഈസ് സ്കാറ്ററിങ്? Earth's atmosphere contains smoke, dust, water droplets, air molecules ഒക്കെ ഉണ്ട്. When light enters a medium, it gets partially reflected in random directions. This is called scattering of light. റാൻഡം ഡയറക്ഷൻസിലേക്ക് പാർഷ്യലി റിഫ്ലക്ട് ചെയ്യപ്പെടും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ന് വിളിക്കുക. ഈ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ത് ടൈപ്പ് റിഫ്ലക്ഷൻ ആണ്? റെഗുലർ ആണോ ഇറഗുലർ റിഫ്ലക്ഷൻ ആണോ? വിസരിത പ്രതിപതനാണോ ക്രമപ്രതിപതനാണോ? മക്കളെ റാൻഡം ഡയറക്ഷനിലേക്ക് അത് എറിപ്പിച്ച് കളയാം. ദാറ്റ് ഈസ് ഇറഗുലർ റിഫ്ലക്ഷൻ ആണ് സ്കാറ്ററിംഗ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചു. ഇറ്റ് ഈസ് ഇറഗുലർ റിഫ്ലക്ഷൻ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മലയാളത്തിൽ ഡെഫിനിഷൻ വായിക്കാം. വിസരണം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പുക കുറെ ആൾക്കാർ എന്നിവയുണ്ട്. പ്രകാശം ഒരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ ഭാഗികമായി ക്രമരഹിത അഥവാ വിസരിത പ്രതിപതനം സംഭവിക്കുന്നു. ഭാഗികമായാണ്, ഫുള്ളായിട്ട് നടക്കുന്നില്ല. ഇതാണ് പ്രകാശത്തിന്റെ വിസരണം. എന്താ ഭാഗികമായി എന്ന് പറഞ്ഞാൽ? കംപ്ലീറ്റ് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യില്ല, അത് മിറേഴ്സ് അല്ലേ ചെയ്യുക. കുറച്ച് അബ്സോർവ് ചെയ്യും, ബാക്കി റിഫ്ലക്ട് ചെയ്യും. ഒരു ഓക്സിജന്റെ മോളിക്കൂൾ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ മൊത്തം ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് പറഞ്ഞാൽ ഓക്സിജൻ എന്താണ്? മിററാണോ, കണ്ണാടിയാണോ? അല്ലല്ലോ. കുറച്ചത് അബ്സോർവ് ചെയ്യും, ബാക്കിയുള്ളത് പാർഷ്യലി റിഫ്ലക്ട് ചെയ്യും, ഭാഗികമായി അത് പ്രതിപതനം ചെയ്യും. എങ്ങനെ? ഇറഗുലർ റിഫ്ലക്ഷൻ. ഓക്കെ, ഇനി സ്കാറ്ററിങ്ങിന്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമുണ്ട്. സ്കാറ്റർ ചെയ്യുന്ന പാർട്ടിക്കിൾസ് സ്മോൾ ആണെങ്കിൽ, ചെറുതാണെങ്കിൽ, ഹൈ വേവ് ലെങ്ത് ഉള്ള റെഡിനെയൊക്കെ സ്കാറ്റർ കാര്യമായിട്ട് ചെയ്യില്ല. ലോ സ്കാറ്ററിങ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് വേവ് ലെങ്ത് കുറഞ്ഞ ചെറിയ വേവ് ലെങ്ത് ഉള്ള വയലറ്റിനെയും ബ്ലൂവിനെയൊക്കെ നന്നായിട്ട് കൂടെ പിടിച്ച് സ്കാറ്റർ ചെയ്യും. ഡിസ്പേർഷൻ ഉള്ള സമയത്ത് ഉള്ള ലോ വേവ് ലെങ്ത്തിന് ഹൈ വേവ് ലെങ്ത്തിന് ഡീവിയേഷൻ കുറവായിരുന്നു, ലോ വേവ് ലെങ്ത് ഡീവിയേഷൻ കൂടുതൽ. അതുപോലെ തന്നെ പാർട്ടിക്കിൾസ് ചെറുതാണെങ്കിൽ സ്കാറ്ററിങ് അങ്ങനെ തന്നെയാണ്. ഹൈ വേവ് ലെങ്ത്തിലുള്ളവരെ കാര്യമായി സ്കാറ്റർ ചെയ്യില്ല, റെഡിനെ വിട്ടോളൂ. നിങ്ങൾ പോയിക്കോ, കുഴപ്പമില്ല. എന്നാൽ ലോ വേവ് ലെങ്ത്തുള്ള വയലറ്റിനൊക്കെ പിടിച്ചിട്ട് നിന്നെ പിടിച്ചിട്ട് മൂടിവിടും, മറ്റൊന്നെ പിടിച്ചിട്ട് അങ്ങോട്ട് വിടും. പക്ഷെ ഇതൊക്കെ ആരേ ചെയ്യുള്ളൂ? സ്മോൾ പാർട്ടിക്കിൾസ് ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. പാർട്ടിക്കിൾസ് വലുതാണെങ്കിൽ, ബിഗ് ഡാഡി ആണെങ്കിൽ, ദാതയാണെങ്കിൽ ഒന്നിനെയും വെറുതെ വിടൂല. എല്ലാവർക്കും സെയിം സ്കാറ്ററിങ്. വയലറ്റിനെ പിടിച്ചിട്ട് സ്കാറ്റർ ചെയ്യും. റെഡ്, വലിയ വേവ് ലെങ്ത് ഉള്ള റെഡ്, അവനെ പിടിച്ച് സ്കാറ്റർ ചെയ്യും. കാരണം പാർട്ടിക്കിൾസ് വലുതാണ്. വലിയ പാർട്ടിക്കിൾസ് റെഡിനെ തന്നെ, ചെറിയ പാർട്ടിക്കിൾസ് ആകുമ്പോൾ റെഡിനെ കാണുമ്പോൾ പേടിക്കും. കാരണം വേവ് ലെങ്ത് ഭയങ്കര കൂടിയ ആൾക്കാരല്ലേ. അപ്പൊ റെഡ് ഇങ്ങനെ വരുമ്പോൾ ചെറിയ അയ്യോ ചേട്ടൻ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷേ വലിയ പാർട്ടിക്കിൾസ് ഇങ്ങനെ നിൽക്കും. വയലറ്റ് വരുമ്പോൾ ചവിട്ട്, റെഡ് വരുമ്പോൾ റെഡ് പറയും ഞാൻ വലിയ വേവ് ലെങ്ത് ആണ്. വലിയ പാർട്ടിക്കിൾസിന് എന്ത് വിഷയം? വലിയ അതിന് നീ ഇങ്ങോട്ട് നിന്ന് പറഞ്ഞ് അടിച്ചുവിടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പലർക്കും ഇത് അറിയില്ല. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഹൗ ഡസ് ദി സൈസ് ഓഫ് പാർട്ടിക്കിൾസ് അഫക്ട് ദി എമൗണ്ട് ഓഫ് സ്കാറ്ററിങ്? അപ്പൊ ഇത് മാത്രം എഴുതി വെക്കും എല്ലാവരും. സ്മോൾ ആണെങ്കിൽ ഇങ്ങനെയാണെന്നും ലാർജ് ആണെങ്കിൽ ഇങ്ങനെയാണെന്നാണ് എഴുതി വെക്കേണ്ടത്. ഇത് മാത്രം എഴുതി വെച്ചാൽ പോരാ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ടോപ്പിക്. ടിൻഡോൾ എഫക്റ്റ്. എന്താണ് മക്കൾ ടിൻഡോൾ എഫക്റ്റ്? സ്കാറ്ററിംഗ് ആണ്. പക്ഷെ ആര് ചെയ്യുന്ന സ്കാറ്ററിംഗ്? ഒരു കൊളോയിഡൽ ഫ്ലൂയിഡോ സസ്പെൻഷനോ ചെയ്യുന്ന സ്കാറ്ററിങ്ങിനെയാണ് നമ്മൾ വിളിക്കുക ടിൻഡോൾ എഫക്റ്റ്. അത്ര ദിവസം
വെൻ റേസ് ഓഫ് ലൈറ്റ് പാസസ് ത്രൂ എ കൊളോയിഡൽ ഫ്ലൂയിഡ് ഓർ സസ്പെൻഷൻ, പാലും വെള്ളം, ടൈനി പാർട്ടിക്കിൾസ് ഗെറ്റ് ഇല്യൂമിനേറ്റഡ് ഡ്യൂ ടു സ്കാറ്ററിങ്. ആ ലൈറ്റ് എന്താണ്? ഇല്യൂമിനേറ്റ്, ലൈറ്റിന്റെ പാത്ത് കാണാൻ പറ്റും ഡ്യൂ ടു സ്കാറ്ററിങ്. ബിക്കോസ് ഓഫ് ദിസ് ദി പാത്ത് ഓഫ് ലൈറ്റ് ഇസ് മെയ്ഡ് വിസിബിൾ. ദിസ് ഫിനോമിനൻ ഇസ് കോൾഡ് ടിൻഡോൾ എഫക്ട്. അപ്പൊ ബേസിക്കലി കൊളോയിഡൽ ഫ്ലൂയിഡോ സസ്പെൻഷനോ ചെയ്യുന്ന സ്കാറ്ററിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ടിൻഡോൾ എഫക്ട് എന്ന് വിളിക്കുക. അപ്പൊ എന്താണ്? നമ്മൾ ലൈറ്റിന്റെ പാത കാണാൻ പറ്റുന്നു എന്നും കൂടി അങ്ങോട്ട് എഴുതി വെച്ചാൽ പരിപാടി തീർന്നതാണ്. ടിൻഡോൾ പ്രഭാവം എന്ന് പറഞ്ഞാൽ ഓരോ കൊളോയിഡൽ ദ്രവത്തിലൂടെയോ സസ്പെൻഷനിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണത്തിന് മൂലം വളരെ ചെറിയ കണികകൾ പ്രകാശിതമാകുന്നു, ഇല്യൂമിനേറ്റഡ് ആകുന്നു. അതിനാൽ പ്രകാശത്തിന്റെ സഞ്ചാരപാത ദൃശ്യമാകുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ടിൻഡോൾ പ്രവാഹം അഥവാ ടിൻഡോൾ എഫക്ട് എന്ന് വിളിക്കുക. എഴുതി വെക്കുക, പരിപാടി തീർക്കുക. ഓക്കെ, ഡെഫിനിഷൻ ചോദിക്കും, എപ്പോഴും ഡെഫിനിഷൻ ചോദിക്കുന്നതാണ്. അതും കൂടി പഠിച്ചു വെക്കുക. അതിൽ ഈ സ്ലൈഡും കൂടെ കഴിഞ്ഞാൽ ചാപ്റ്റർ തീർന്നു. സാർ ഈ സ്ലൈഡിൽ എന്താ ഉള്ളത്? കളേഴ്സ് ഓഫ് സൺനെറ്റ് സൺറൈസ് ആൻഡ് സൺസെറ്റ്. സൺറൈസിലും സൺസെറ്റിലും ലൈറ്റിന്റെ അല്ല സണ്ണിന്റെ കളർ എന്തായിരിക്കും മക്കളെ? ഒരു റെഡിഷ് ഓറഞ്ച് ആയിരിക്കില്ലേ? ഒരു റെഡിഷ് കളർ ആയിരിക്കില്ലേ? യെസ് സാർ. അത് എന്തുകൊണ്ടാണെന്ന് എക്സാമിൽ എപ്പോഴും ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം ഉണ്ടാവണം. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണെന്ന്. വളരെ സിമ്പിൾ റീസൺ ആണ് മക്കളെ. ഇത്രയേ ഉള്ളൂ സംഭവം. സൺറൈസിന്റെ സമയത്തും സൺസെറ്റിന്റെ സമയത്തും സൺ എവിടെയായിരിക്കും ഉണ്ടാവുക? അങ്ങ് ചക്രവാളത്തിലായിരിക്കും ഉണ്ടാവുക, ഹൊറൈസണിലായിരിക്കും ഉണ്ടാവുക. ഹൊറൈസണിൽ. അതേ സമയത്ത് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. ഹൊറൈസണിൽ ഉണ്ടാകുമ്പോൾ പ്രത്യേകത, ഇത് എർത്തിന്റെ അറ്റ്മോസ്ഫിയർ ആണെന്ന് വിചാരിക്കുക. ലൈറ്റ് ഇങ്ങനെ വരികയാണെ. ആരൊക്കെയാണ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ? എല്ലാവരും ഉണ്ട്. വിബ്ജിയോർ മൊത്തം വൈറ്റ് ലൈറ്റ് ആണല്ലോ, അപ്പൊ വിബ്ജിയോർ മൊത്തം ഉണ്ട്. അപ്പൊ ലൈറ്റ് ഇങ്ങനെ വരുമ്പോൾ അറ്റ്മോസ്ഫിയറിൽ കയറി കഴിഞ്ഞാൽ അവനെ സ്കാറ്ററിങ് തുടങ്ങും. അറ്റ്മോസ്ഫിയറിലെ പാർട്ടിക്കിൾസ് പൊതുവെ ചെറിയ പാർട്ടിക്കിൾസ് ആണ്. അപ്പൊ എന്താ സംഭവിക്കുക? ചെറിയ പാർട്ടിക്കിൾസ് വേവ് ലെങ്ത് കുറഞ്ഞുള്ള വയലറ്റിനെ നന്നായിട്ട് സ്കാറ്റർ ചെയ്യും. അപ്പൊ വയലറ്റ് നന്നായി സ്കാറ്റർ ചെയ്ത് പോകും. പിന്നെ പോയാൽ അതുപോലെ വേവ് ലെങ്ത് കുറവുള്ള ബ്ലൂനെയും നന്നായിട്ട് സ്കാറ്റർ ചെയ്യും. വയലറ്റിനെയും നന്നായിട്ട് സ്കാറ്റർ ചെയ്യും. വയലറ്റ് നന്നായി സ്കാറ്റർ ആവും. പിന്നെ ആരാ? വിബ്ജിയോർ. ഇൻഡിഗോ വരയ്ക്കാൻ എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഇത് വരയ്ക്കുന്നു. ഇൻഡിഗോനെ നന്നായിട്ട് സ്കാറ്റർ ചെയ്യുന്നു. പിന്നെ ആരാ? ഗ്രീനും കുറവ് വേവ് ലെങ്ത് ആണ്. അപ്പൊ ഗ്രീനെ നന്നായിട്ട് സ്കാറ്റർ ചെയ്തു. പിന്നെ ആരാണുള്ളത്? വിബ്ജിയോർ. യെല്ലോയും ഓറഞ്ചും റെഡും വേവ് ലെങ്ത് കുറച്ച് കൂടുതലാണ്. അപ്പൊ യെല്ലോനെ കുറച്ച് ഇവിടേക്ക് എത്തുമ്പോൾ യെല്ലോനെ സ്കാറ്റർ ചെയ്തു, കുറച്ച് യെല്ലോനെ സ്കാറ്റർ ചെയ്തു. ഓറഞ്ചിനെയും റെഡിനെയും കാര്യമായി സ്കാറ്റർ ചെയ്യില്ല. അപ്പൊ ഓറഞ്ചും റെഡും ഒക്കെ എന്താണ്? നമ്മുടെ കണ്ണിലേക്ക് എത്തും. ഓറഞ്ചിന് കാര്യമായി സ്കാറ്റർ ചെയ്യില്ല, റെഡിനെയും കാര്യമായി സ്കാറ്റർ ചെയ്യില്ല. കാരണം അവർക്ക് വേവ് ലെങ്ത് കൂടുതലാണ്. അപ്പൊ ആ കളേഴ്സ് ആണ് നമ്മുടെ എന്താണ്? നല്ല കുട്ടപ്പനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ കണ്ണിലേക്ക് എത്തുക എന്താണ്? ഓറഞ്ചും റെഡും ഒക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ സണ്ണിൻ ലൈറ്റ് കാണുന്നത്. സൺലൈറ്റ് വൈറ്റ് ലൈറ്റ് ആട്ടോ, വൈറ്റ് ലൈറ്റ് ആണ്. യെല്ലോ ലൈറ്റ് അല്ല, വൈറ്റ് ലൈറ്റ് ആണ്. അപ്പൊ യെല്ലോയൊക്കെ ആയിട്ട് തോന്നാൻ കാരണം എന്താണ്? നമ്മുടെ കണ്ണിൽ കൂടുതൽ എത്തുക എന്താണ്? റെഡും ഓറഞ്ചൊക്കെയാണ്, യെല്ലോ ഒക്കെയാണ് എത്തുക. മറ്റേ കളേഴ്സ് കുറവ് എത്തുള്ളൂ. അതും കൂടിയാണ് കാരണം. അത് മാത്രമല്ല, കാരണം വേറൊരു കാരണമുണ്ട്. +1 +2 എടുത്തുമ്പോൾ പഠിക്കും. ഓക്കെ, അപ്പൊ ഇത് ഇംഗ്ലീഷും മലയാളത്തിലും കൂടി എഴുതി വെച്ച പരിപാടി തീർന്നു. അത്രേ ഉള്ളൂ പരിപാടി. എന്താണ് പരിപാടി? ഡ്യൂറിങ് സൺറൈസ് ആൻഡ് സൺസെറ്റ്, സൺ ഈസ് അറ്റ് ദി ഹൊറൈസൺ. ഇറ്റ് ഹാസ് ടു ട്രാവൽ ലാർജ് ഡിസ്റ്റൻസ് ടു അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലൂടെ നല്ലോണം ഡിസ്റ്റൻസ് സഞ്ചരിക്കണം സണ്ണിന്റെ ലൈറ്റ്. therefore എന്നാണ് ലോ വേവ് ലെങ്ത് കളേഴ്സ്, വയലറ്റും ബ്ലൂ ഒക്കെ, ഗെറ്റ് സ്കാറ്റേർഡ് ആൻഡ് ഹൈ വേവ് ലെങ്ത് റെഡ് ആൻഡ് ഓറഞ്ച് റീച്ച് അവർ ഐസ്. ആരാണ് കൂടുതൽ സ്കാറ്റർ ചെയ്യപ്പെടുക? ലോ വേവ് ലെങ്ത് ഉള്ള വയലറ്റും ബ്ലൂവും ഗ്രീനും ഒക്കെ നല്ലോണം സ്കാറ്റർ ചെയ്യപ്പെടും. എന്നാൽ ഹൈ വേവ് ലെങ്ത് ഉള്ള റെഡും ഓറഞ്ചും ഒക്കെ ആയിരിക്കും നമ്മുടെ കണ്ണിലെത്താന്ന് എഴുതി വെച്ചാൽ മതി. പിന്നെ ഈ ഡയഗ്രം കൂടെ വരച്ച് വെച്ചാൽ സംഭവം സെറ്റാണ്. ഈ കളേഴ്സ് എല്ലാം കൂടെ വരക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ സാധനവും ഈ മനുഷ്യനും പിന്നെ സണ്ണ് അല്ല ഇത്രയും അറ്റ്മോസ്ഫിയറും എർത്തും ഒബ്സർവറും വരച്ച് വെച്ചാൽ പരിപാടി തെറ്റാണ്. റെഡിയാണ് മക്കളെ? ബുദ്ധിമുട്ടില്ല. ലാസ്റ്റ് ടോപ്പിക്, ലൈറ്റ് പൊല്യൂഷൻ. അതിന്റെ പേരിൽ തന്നെ ഉണ്ട്. ദ യൂസ് ഓഫ് ലൈറ്റ് ഇൻ എക്സസ് ഇൻ എ നോൺ ജുഡീഷ്യസ് മാനർ ഇസ് റെഫർഡ് ടു ആസ് ലൈറ്റ് പൊല്യൂഷൻ. തോന്നിയ പോലെ ലൈറ്റ് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലൈറ്റ് പൊല്യൂഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്തിരിക്കുന്നത്? ഞാനിപ്പോ എന്താ ചെയ്ത? ലൈറ്റ് പൊല്യൂഷൻ കുറച്ചു ഇല്ലേ? ഞാൻ ലൈറ്റ് പോയി കുറച്ചില്ലേ? ലൈറ്റ് പൊല്യൂഷൻ കുറച്ചു. എക്സാമിന് ചോദിക്കും കോൺസിക്വൻസസ്, അതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താലും 4-3 പരിപാടി വെച്ചാൽ അത് ഞാൻ വായിക്കുന്നില്ല. ഇതും കൂടി വായിച്ചാൽ നമ്മുടെ ഒരു വില പോകും. ലൈറ്റ് പൊല്യൂഷന്റെ കോൺസിക്വൻസ് കഴിച്ചാൽ ഓക്കെ, അത് നാളെ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് പഠിക്കുക. കുറെ ജീവജാലങ്ങളെ അഫക്റ്റ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെക്കുക. എക്സാമിന് ഇന്നവരെ ചോദിച്ചില്ല, പക്ഷെ എന്തായാലും പരീക്ഷയായി. നമ്മൾ പഠിച്ചു വെച്ചേക്ക് ഒരു 4. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലെ തിയറി പാർട്ടുള്ളത്.